നമസ്കാരം. ധാനു സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 11/5/2024 നടന്ന എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 38/2024 ആണ്. പോസ്റ്റ് അസിസ്റ്റൻറ്റ് മാനേജർ, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സെട്ര ആയിരുന്നു. CP സ്റ്റേജ് 1 ആണ് എക്സാം നടന്നിട്ടുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ് ആയിരുന്നു. ഇനി കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 434/2023, 577/2022 ആയിരുന്നു. 544/2023 ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മലയാളവും ഇംഗ്ലീഷും ഉണ്ടായിരുന്നു. നമുക്കിവിടെ മലയാളം നോക്കാം. അപ്പോൾ LDC പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസ് വെരിഫൈ ചെയ്യാം. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 38/2024 ആണ്. ഓക്കെ അല്ലേ? നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ലാത്തത്? 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ല? ഓപ്ഷൻസ്: മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര. ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി, നാഗാലാൻഡ്. ഓപ്ഷൻ സി, നാഗാലാൻഡ് ആണ് 50ാം സംസ്ഥാന ദിനം ആചരിച്ചത്. അല്ലാത്തത് 3 സംസ്ഥാനങ്ങൾ ആചരിച്ചു. അല്ലാത്തത് ഏതായിരുന്നു? നാഗാലാൻഡ്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. വ്യവസായവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിനൊരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി, ആസൂത്രണ കമ്മീഷൻ മുൻഗാമി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണ്? വ്യവസായവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണ്? ഓപ്ഷൻസ്: മോത്തിലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, BG തിലക്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് 38 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആരായിരുന്നു? ഇവരിൽ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അടുത്തത് 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻസിൽ ജൻജാഗരൺ യാത്ര, ദണ്ഡി യാത്ര, സമാജ് സമദായ യാത്ര, ഹരിജൻ യാത്ര. പര്യടനം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതായിരുന്നു ഹരിജൻ യാത്ര. ഹരിജൻ യാത്ര 12,504 മൈൽ ദൂരത്തിൽ നടത്തിയ പര്യടനം ഏതായിരുന്നു? ഹരിജൻ യാത്ര എന്ന പര്യടനം ആയിരുന്നു ഹരിജൻ യാത്ര. അടുത്തത് അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? ഓപ്ഷൻസിൽ പുരാണക്കില, ആഗ്ര കോട്ട, ലാഹോർ കോട്ട, അലഹബാദ് കോട്ട. പുരാണക്കില, ആഗ്ര കോട്ട, ലാഹോർ കോട്ട, അലഹബാദ് കോട്ട. അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? ആൻസർ പുരാണക്കില. പുരാണക്കില നിർമ്മിക്കാത്ത കോട്ട പുരാണക്കില. ഓപ്ഷൻ എ പുരാണക്കില. നെക്സ്റ്റ് വൺ. വയനാട്ടിലെ കാടുകളിൽ 1912 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വയനാട്ടിലെ കാടുകളിൽ 1912 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഓപ്ഷൻസിൽ രാമൻ നമ്പി, തലക്കൽ ചന്തു, പഴശ്ശിരാജ, എടച്ചേന കുങ്കൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, രാമൻ നമ്പി. ഓപ്ഷൻ എ രാമൻ നമ്പി. 1912 അല്ലേ, കുറിച്യ കലാപം. രാമൻ നമ്പിയാണ് ആൻസർ. ഇനി കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാൾ കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻസിൽ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, പൊയ്കയിൽ അപ്പച്ചൻ, ചട്ടമ്പി സ്വാമികൾ. ആൻസർ ഓപ്ഷൻ ബി ആണ്, അയ്യങ്കാളി. കല്ലുമാല സമരം, പെരിനാട് ലഹള, അയ്യങ്കാളിയാണ്. അയ്യങ്കാളി അല്ലേ. ഇനി
കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനം പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1991 കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനം പ്രഖ്യാപിച്ചത്. 1991 സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ് വൺ, രണ്ടാം ലോകമഹായുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? രണ്ടാം ലോകമഹായുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? ഓപ്ഷൻസിൽ പീറ്റേഴ്സ്ബർഗ്, ഗെറ്റിസ്ബർഗ്, ന്യൂറംബർഗ്. ആൻസർ ഓപ്ഷൻ ഡി പറയുന്നു, ന്യൂറംബർഗ്. രണ്ടാം ലോകമഹായുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികൾ ന്യൂറംബർഗിലാണ് വിചാരണ ചെയ്യപ്പെട്ടത്. നെക്സ്റ്റ് വൺ, 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലകളിലാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. ഈ വാക്കുകൾ പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസിൽ ജീൻ ജാക്വസ് റൂസോ, വോൾട്ടയർ, ബാരൻ ഡി മോണ്ടസ്ക്യൂ, ഡെന്നിസ് ഡിഡറോട്ട്. ആൻസർ ഓപ്ഷൻ എ ആണ്, ജീൻ ജാക്വസ് റൂസോ. ജീൻ ജാക്വസ് റൂസോ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. ജീൻ ജാക്വസ് റൂസോ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയല്ലാത്തത്? ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് ഏതാണ്? സ്പാനിഷ്, ഫ്രഞ്ച്, അറബിക്, പോർച്ചുഗീസ്. ഇതിൽ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് ഏതാണ്? ഔദ്യോഗിക ഭാഷ അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പോർച്ചുഗീസ്. അല്ലാത്തതാണ് പോർച്ചുഗീസ്. നെക്സ്റ്റ് വൺ, ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ദേശീയ ജലപാത നിയമം 2016 അതുപ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത് 16-ൽ? ഓപ്ഷൻസ് തൃശ്ശൂർ, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം. ആൻസർ ഓപ്ഷൻ സി, കോഴിക്കോട്. ഓപ്ഷൻ സി ആണ്, കോഴിക്കോട്. ദേശീയ ജലപാത നമ്പർ 3 എങ്ങോട്ട് നീട്ടി? കോഴിക്കോട്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനില അല്ല? ഓപ്ഷൻസിൽ താതാപാനി, നറോറ, പുക, സിംഗ്രൗളി. ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയല്ല? ആൻസർ ഓപ്ഷൻ ബി ആണ് പറയുന്നത്, 1ഉം 3ഉമാണ് അല്ലാത്തത്. 1ഉം 3ഉമാണ് അല്ലാത്തത്. ഭൂതാപനിലയം അല്ലാത്തതാണ്. നെക്സ്റ്റ് വൺ, ഓപ്ഷൻ ബി ആണ് ആൻസർ. 12ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? ഇത് പാരന്റ് റോക്ക്, രൂപാന്തരപ്പെട്ട പാറ, ഗ്രാനൈറ്റ്, ഗ്നീസ്, മണൽക്കല്ല്, സ്റ്റിസ്റ്റ്, ചുണ്ണാമ്പുകല്ല്, മാർബിൾ, ഷെയിൽ, സ്ലേറ്റ് എന്നിവയാണ്. ഇതിൽ തെറ്റായ ജോഡി ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, മണൽക്കല്ല്, സിസ്റ്റ്. അതാണ് തെറ്റായ ജോഡി വ്യാഖ്യാനിച്ചേക്കുന്നത്. തെറ്റായ ജോഡി ബാക്കി വരുന്നത് ഗ്രാനൈറ്റ്, ഗ്നീസ്, ചുണ്ണാമ്പുകല്ല്, മാർബിള്, ഷെയിൽ, സ്ലേറ്റ്. ഗ്രാനൈറ്റ്, ഗ്നീസ്, രൂപാന്തരപ്പെട്ട പാറ ഗ്നീസായിട്ട് രൂപാന്തരപ്പെട്ടു, ചുണ്ണാമ്പുകല്ല് മാർബിളായി രൂപാന്തരപ്പെട്ടു, ഷെയിൽ സ്ലേറ്റായിട്ടും രൂപാന്തരപ്പെടുന്നു. ഇത് മാത്രമാണ് തെറ്റായി പറഞ്ഞേക്കുന്നവ. നെക്സ്റ്റ് വൺ, സർവേ ഓഫ് ഇന്ത്യ SOI ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസിൽ ലാംബർട്ട് കൺഫോർമൽ കോണിക്, മെർക്കേറ്റർ, പോളികോണിക്, അസിമുത്തൽ സമദൂരം. ആൻസർ ഓപ്ഷൻ സി ആണ്, പോളികോണിക്. സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കിൽ പോളികോണിക് പ്രൊജക്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്തത്, 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകവുമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് രാജ്യത്താണ്? 2024 പുതുവർഷ ദിനത്തിൽ
7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? ദക്ഷിണ കൊറിയ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ജപ്പാൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജപ്പാൻ. ഓപ്ഷൻ ഡി, ജപ്പാൻ. ഇനി ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻസിൽ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, കമ്മി ധനസഹായം, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ, നികുതി നയങ്ങൾ. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, കമ്മി ധനസഹായം, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ, നികുതി നയങ്ങൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3 മാത്രം. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇനിയുള്ളത്, ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. കഴിഞ്ഞ LDC പ്രിലിംസിൽ നമുക്ക് ഖാദി LDCക്ക് വ്യാപാരം, നിപുണനം, ആ മേഖലയിൽ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് നോക്കുന്നുള്ളത് ഉപകാരമായിരിക്കും. ഓക്കെ. ഇനി ഫാക്ടറി ചെലവിൽ GDP ഇതിന് തുല്യമാണ്. ഓപ്ഷൻസ്: വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികൾ, വിപണി വിലയിൽ GDP പ്ലസ് അറ്റ പരോക്ഷ നികുതികൾ, വിപണി വിലയിൽ GDP മൈനസ് മൂല്യത്തകർച്ച, വിപണി വിലയിൽ GDP പ്ലസ് മൂല്യത്തകർച്ച. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വിപണി വിലയിൽ GDP അറ്റ പരോക്ഷ നികുതികൾ. ഫാക്ടറി ചെലവിൽ GDP പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ്, സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? 7, 9, 10, 11. ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്? അല്ലേ? ആൻസർ ഓപ്ഷൻ ബി ആണ്, 9ാം പഞ്ചവത്സര പദ്ധതി. ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി 9ാം പഞ്ചവത്സര പദ്ധതി. നെക്സ്റ്റ് വൺ, എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത്? എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി തൊഴിലാളികളുടെ കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ സ്ഥാപിച്ചത്? ഇനി ഓപ്ഷൻസിൽ ധനകാര്യ മന്ത്രാലയം, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം, ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. ഈ ശ്രം പോർട്ടൽ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. ഈ ശ്രം പോർട്ടൽ എന്താണ്? ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. ഈ ശ്രം പോർട്ടൽ, ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. നെക്സ്റ്റ് വരുന്നത്, താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസിൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പിലാക്കൽ, നിയുക്ത നിയമനിർമ്മാണം, ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക, സാമൂഹിക സേവനങ്ങൾ നിർവഹിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്, ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക. പ്രവർത്തനം അല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക എന്നുള്ളതാണ് അല്ലാത്തത്. നെക്സ്റ്റ് വരുന്നത്, വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള നെറ്റ് ജി പി ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻസിൽ പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്തെത്തിക്കുക, കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക, സൗജന്യ സേവനങ്ങൾ എന്നിവയാണ്. വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള നെറ്റ് ജി പിയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ 1, 2 മാത്രം. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വരുന്നത്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏതാണ് ശരി? ഓപ്ഷൻസിൽ സാമൂഹിക വൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം,
സംയോജനത്തിൻ്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ് ആൻസർ. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇല്ല. സാമൂഹികവും സംയോജനവുമെല്ലാം അല്ലേ, 3 നെക്സ്റ്റ്, COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര്. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് എന്താണ്? COVID-19 പാൻഡമിക് സമയത്ത് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന. ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന. ABRY ആണ്. COVID-19 പാൻഡമിക് സമയത്ത് കേന്ദ്ര സർക്കാർ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരാണ് ABRY, ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന, ABRY. നെക്സ്റ്റ് വൺ, ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60 നിന്ന് 50 കുറച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ജാർഖണ്ഡ്. 60 നിന്ന് 50 കുറച്ച് പെൻഷൻ്റെ പ്രായപരിധി 50 കുറച്ച സംസ്ഥാനം ഏതായിരുന്നു? ജാർഖണ്ഡ്. 50 കുറച്ചു. ജാർഖണ്ഡ് 50 പെൻഷൻ്റെ പ്രായപരിധി കുറച്ചു. നെക്സ്റ്റ്, ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്ഷൻസിൽ ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? എന്താണ് ഭരണഘടനാ അസംബ്ലി ബന്ധപ്പെട്ട പ്രസ്താവനകൾ മുകളിൽ പറഞ്ഞു വെക്കുന്നവ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് പറയുന്നത്. 2 മാത്രമാണ് ശരിയായി പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? ആൻസർ ഓപ്ഷൻസ് വരുന്നത് പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. ആർട്ടിക്കിൾ 26 ആണ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറഞ്ഞതിൽ ഏതിന് വിധേയമാണ്? പൊതുക്രമത്തിനാണോ, ധാർമ്മികതയ്ക്കാണോ, ആരോഗ്യത്തിനാണോ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം. 26 ഇത് 3നും വിധേയമാണ്. നെക്സ്റ്റ്, പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? 31A, 48A, 51A. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3 മാത്രം. പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും ഉള്ള അനുച്ഛേദം ഏതൊക്കെയാണ്? 48Aയും 51Aയുമാണ്. 48, 51 പരിസ്ഥിതി മെച്ചപ്പെടുത്തൽ, വനങ്ങൾ, വന്യജീവി അല്ലേ. 48, 51 അല്ലേ. നെക്സ്റ്റ്, ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. ഓഫീസുകൾ ഓക്കെ. ഓപ്ഷൻസിൽ സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ്. ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3 മാത്രം ശരി. 1, 3 മാത്രമാണ് ശരി. ഓപ്ഷൻ സി ആണ് ആൻസർ വന്നേക്കുന്നത്. അടുത്തത് 106 ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻസ്: ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A, ആർട്ടിക്കിൾ 330A, 332A ഉൾപ്പെടുത്തൽ, OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം. 106 ഭരണഘടനാ ഭേദഗതിയിൽ വരുത്തിയ മാറ്റങ്ങൾ. ആൻസർ ഓപ്ഷൻ സി ആണ്.
1ഉം 2ഉം മാത്രം. ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം. അടുത്തത് 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? നൊവാക് ജോക്കോവിച്ച്, കാർലോസ് അൽക്കാരസ്, ജെനിക് സിന്നർ, ഡാനിൽ മെദ്വദേവ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, കാർലോസ് അൽക്കാരസ്. വിംബിൾഡണിൽ കാർലോസ്. നെക്സ്റ്റ്, ആദ്യത്തെ വലാർ അവാർഡ് നേടിയ പുസ്തകം. ഓപ്ഷൻസ്: രണ്ടാമൂഴം, ഉമ്മാച്ചു, അഗ്നിസാക്ഷി, ഇനി ഞാൻ ഉറങ്ങട്ടെ. ആൻസർ ഓപ്ഷൻ സി ആണ്, അഗ്നിസാക്ഷി. ഫസ്റ്റ് വയലാർ അവാർഡ് അഗ്നിസാക്ഷി. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻസിൽ റസൂൽ പൂക്കുട്ടി, സത്യജിത്ത് റേ, PJ ആൻ്റണി, MT വാസുദേവൻ നായർ. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ എ, റസൂൽ പൂക്കുട്ടി. ഓപ്ഷൻ എ, റസൂൽ പൂക്കുട്ടി. ഇനി, ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 18,526. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ എത്ര റൺസ് നേടി? 18,000. ഓപ്ഷൻ ഡി 18,500. വീണ്ടും തെറ്റി. 18,426. 18,426. ഓക്കെ. നെക്സ്റ്റ്, കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ള, PC കുട്ടിക്കൃഷ്ണൻ, SL പുരം സദാനന്ദൻ, രാമു ക്യാരറ്റ്. ഇതിൽ കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? SL പുരം സദാനന്ദൻ. കാട്ടുകുതിര SL പുരം സദാനന്ദനാണ് തിരക്കഥാകൃത്ത്. ഇനി, ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? ഓപ്ഷൻസിൽ S ഗുപ്തൻ നായർ, ജോസഫ് മുണ്ടശ്ശേരി, M ലീലാവതി, സുകുമാർ അഴിക്കോട്. ആൻസർ ഓപ്ഷൻ എ ആണ്, S ഗുപ്തൻ നായർ. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് S ഗുപ്തൻ നായർ. നെക്സ്റ്റ് വൺ, കുമാരനാശാൻ അന്തരിച്ച വർഷം? 1922, 1924, 1926, 1928. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1924. അന്തരിച്ച വർഷം 24. കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ജി അരവിന്ദൻ, അടൂർ ഗോപാലകൃഷ്ണൻ, P പത്മരാജൻ, ഭരതൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, ജി അരവിന്ദൻ. ഓപ്ഷൻ എ, ജി അരവിന്ദൻ. കാഞ്ചനസീത സംവിധായകൻ ജി അരവിന്ദൻ. നെക്സ്റ്റ് വൺ, 2022 ഫിഫ ലോകകപ്പിലെ അർജൻറ്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? 22 ഫിഫ ലോകകപ്പ് അല്ലേ, അർജൻറ്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലയണൽ സ്കലോനി. പരിശീലകൻ ആരായിരുന്നു? ലയണൽ സ്കലോനി. 22 ഫിഫ, ലയണൽ സ്കലോനി. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? തുഞ്ചൻ പറമ്പ് എവിടെയാണ്? പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ. തുഞ്ചൻ പറമ്പ് എവിടെയാണ്? ആൻസർ മലപ്പുറം. തുഞ്ചൻ പറമ്പ് മലപ്പുറം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന പൊരുത്തപ്പെടുക. ഹബ്ബ്, റൂട്ടർ, റിപ്പീറ്റർ, ഗേറ്റ്വേ. ആൻസർ ഓപ്ഷൻ ഡി ആണ് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം. ഓപ്ഷൻസിൽ റാം, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, ക്യാഷെ മെമ്മറി, ഫ്ലാഷ് മെമ്മറി. ആൻസർ ഓപ്ഷൻ സി ആണ്, ക്യാഷെ മെമ്മറിയിലാണ് സ്വീകരിക്കുക. നെക്സ്റ്റ്, ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃനാമങ്ങൾ,
പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ് എന്ത്? ഓപ്ഷൻസിൽ റോൺസോംവെയർ, സലാമി ആക്രമണം, വെബ് ജാക്കിംഗ്, വൈറസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, വെബ് ജാക്കിംഗ്. ഓപ്ഷൻ സി, വെബ് ജാക്കിംഗ്. അടുത്തത്, സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ, പാക്കേജ് സോഫ്റ്റ്വെയർ, മിഡിൽ വെയർ, ഓപ്പൺ സ്റ്റോർഡ് സോഫ്റ്റ്വെയർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, ലാറി പേജും സെർജി ബ്രിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്നാണ് ഏത്? ലാറി പേജും സെർജി ബ്രിനും. യാഹൂ, ഗൂഗിൾ, ബിങ്, സഫാരി. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗൂഗിൾ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻസിൽ സൗരോർജ്ജം, കാറ്റുശക്തി, ബയോമാസ് എന്നിവയുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ സംഭാവന കുറയുന്ന ക്രമീകരണം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൗരോർജ്ജം ഏറ്റവും കൂടുതൽ അല്ലേ, കാട്ടുശക്തി പിന്നീട്, ബയോമാസ് പിന്നീട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഏറ്റവും കൂടുതൽ സൗരോർജ്ജത്തിനാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി, IXPE. നെക്സ്റ്റ്, ജൈവവൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനെക്കുറിച്ച് ഉള്ള താഴെ പറയുന്നവ ഏത് പ്രസ്താവനയാണ്? പ്രസ്താവന പരിഗണിക്കുക. ജൈവവൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷൻ നോക്കാം. ഓപ്ഷൻസ് 1, ജൈവവൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. ദേശീയ തലത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കിയത്. ദേശീയ ജൈവവൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും NBSAPS ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. ഒരു ദേശീയ ജൈവവൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവവൈവിധ്യത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 3, 4 ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. നെക്സ്റ്റ്, സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിൻ്റ് L1.1 ദൂരം എത്രയാണ്? ലഗ്രാഞ്ച് പോയിൻ്റ് 1 ദൂരം എത്രയാണ്? സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിൻ്റ് 1 ദൂരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ. ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ. ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ. നെക്സ്റ്റ്, അർജുൻ തൻ്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി, പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ നടന്നു, പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് 40 കിലോമീറ്റർ നടന്നു, ഒടുവിൽ ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ പിന്നിട്ടു. ഇപ്പോൾ അവൻ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 15 കിലോമീറ്റർ. ആൽഫ സംഖ്യാശ്രേണിയുടെ സംഖ്യാശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. വർഷത്തിലെ ആദ്യ ദിവസം ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസം ഏതാണ്?
ആൻസർ ഓപ്ഷൻ സി ഞായർ. നെക്സ്റ്റ് വൺ, പി ക്യൂവിൻ്റെ സഹോദരിയാണ്. ആർ എന്നത് ക്യൂവിൻ്റെ അമ്മയാണ്. എസ് എന്നത് ആറിൻ്റെ പിതാവാണ്. എസിൻ്റെ അമ്മയാണ് ടി എങ്കിൽ പിക്ക് എസുമായുള്ള ബന്ധം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി കൊച്ചു മകൾ. നെക്സ്റ്റ് വൺ, ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും 53% വിദ്യാർത്ഥികൾ ഗണിതത്തിലും പരാജയപ്പെട്ടു. 2 വിഷയങ്ങളിലും 15% തോറ്റാൽ 2 വിഷയങ്ങളിലും ജയിച്ചവരുടെ ശതമാനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 22. 56 ആൻസർ ഓപ്ഷൻ സി ആണ് 56. നെക്സ്റ്റ് വൺ, 6:40 ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 40 ഡിഗ്രി. 5 AM ശരിയായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വാച്ച് ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു. അതേ ദിവസം 10:20 വാച്ചിലെ യഥാർത്ഥ സമയം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 10 AM. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 ആണ്. ഈ സംഖ്യകളിൽ ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 10. ഒരു വിവാഹ പാർട്ടിയിലെ 40 സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈകുലുക്കലുകളുടെ എണ്ണം എത്ര എന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് 780. ഓപ്ഷൻ ഡി ആണ് 780. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2 സംഖ്യകൾ 3:5 എന്ന അനുപാതത്തിലാണ്. ഓരോ സംഖ്യയും 10 കൂട്ടിയാൽ അവയുടെ അനുപാതം 5:7 മാറുന്നെങ്കിൽ സംഖ്യകൾ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, 60 ദിവസം കൊണ്ടൊരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. 12 ദിവസത്തിന് ശേഷം അദ്ദേഹം 70 പേരെ കൂടി ചേർത്തു. ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും? ആൻസർ ഓപ്ഷൻ സി ആണ് 36. ഓപ്ഷൻ സി ആണ് 36. ഒരാൾ 2 കുതിരകളെ 6000 രൂപയ്ക്ക് വിൽക്കുന്നു. ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്കില്ല. അയാൾക്കൊരു കുതിരയെ 25% ലാഭത്തിന് വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിൻ്റെ ശതമാനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 16 2/3. നെക്സ്റ്റ് വൺ, 64. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഗണിത ശ്രേണിയിൽ 10,877 തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം? 5, 3, 13 വരുന്ന പോലെ എത്ര പദങ്ങൾ ഇനി ചേർത്താൽ പറ്റും? 65 ആൻസർ ഓപ്ഷൻ സി ആണ് 73. ഓപ്ഷൻ സി. 66ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 67 ആൻസർ ഓപ്ഷൻ ബി ആണ്. 68ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 69 ആൻസർ ഓപ്ഷൻ ബി ആണ്. 70 ആൻസർ ഓപ്ഷൻ ബി. നോക്കാം. 71. What part of speech is the word quickly? What part of speech is the word quickly? Adjective, noun, adverb, verb. ആൻസർ ഏതാണ്? ക്വിക്കിലി ഏതുതരം വാക്കാണ്? ആൻസർ ഓപ്ഷൻ സി ആഡ്വർബാണ്. ക്വിക്കിലി ഒരു ആഡ്വർബാണ്. ക്വിക്കിലി ആഡ്വർബാണ്. നെക്സ്റ്റ്, ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിങ്സ്. ആൻസർ ഓപ്ഷൻ ബി ആണ് 2 and 3. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 and 3 ഇൻകറക്റ്റ് സ്പെല്ലിംഗ്. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ്. ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസ് ചെയ്തതിലാണെന്ന് സെൻറ്റൻസുകൾ. ഹീ ഈസ് അലർജിക് ടു ക്യാറ്റ്സ്. ഷീ ഈസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് ദ പിയാനോ. ദ ടീച്ചർ insisted in
completing the assignment. They are excited about the upcoming trip. ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ് ഏതാണെന്ന് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്. ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദ അസൈൻമെൻറ്റ്. പ്രിപ്പോസിഷൻ ഇൻസിസ്റ്റഡ് ഇൻ. നോക്കുക നെക്സ്റ്റ് ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്. ഗ്രാമാറ്റിക്കലി കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഷീ വെൻറ്റ് ടു ദി സ്റ്റോർ യെസ്റ്റർഡേ. ഹി വോക്ക് 2 miles this morning. They have eaten lunch already. We going to the park tomorrow. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നൺ ഓഫ് ദിസ്, നൺ ഓഫ് ദി എബവ് എല്ലാം വിച്ച് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്. കറക്റ്റ് അല്ല എന്നുള്ളത് നൺ ഓഫ് ദി എബവ്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് with the correct subject verb agreement. Each of the students have their own laptop. Each of the students has their own laptop. Each of the students have his own laptop. Each of the students has his own laptops. Answer option B ആണ്. Identify the sentence with the correct use of passive voice. The cake was baking in the oven. The chef is baking the cake in the oven. The baker has baked the cake in the oven. The cake will bake in the oven. Answer option A ആണ്. The cake was baking in the oven. Select the sentence with the proper use of capitalization. Answer option B ആണ്. I am going to the mall. Next, identify the correct antonym of the word comfortable formed with the suffix. Comfortable suffix കൊടുത്ത് antonym ഉണ്ടാക്കാൻ. Answer option A ആണ്. Uncomfortable. Choose the sentences with the correct usage of the phrasal verb given in. Correct usage of the phrasal verb given. അതാണ് given in. He gave into his friend's request. He gave in his friend's request. He gave in the request of his friend. He gave up his friend's request. ഇതിലേതാണ് ഗേവ് ഇൻ എന്നതിൻ്റെ കറക്റ്റ് യൂസേജ് വന്നേക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. He gave into his friend's request. Next one, identify the sentence with the correct usage of the gerund. Answer option A ആണ്. What is the term of the excessive use of words? ഓപ്ഷൻ 80യുടെ ആൻസർ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 80 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 80യുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ് 81 ഓപ്ഷൻ എ ആണ്. എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ് വെർബോസിറ്റി. എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ് വെർബോസിറ്റി. എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ് വെർബോസിറ്റി. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദി റിപ്പോർട്ട് സ്പീച്ച്. കറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ടു ദ മീറ്റിംഗ് ഷീ സെഡ്. ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഷീ സെഡ് ദാറ്റ് ഷീ കുഡിൻറ്റ് അറ്റൻഡ് ദ മീറ്റിംഗ്. ഷീ സെഡ് ദാറ്റ് ഷീ വോണ്ട് അറ്റൻഡ് ദ മീറ്റിംഗ്. ഷീ സെഡ് ഷീ കാൺറ്റ് അറ്റൻഡ് ദ മീറ്റിംഗ്. ഷീ സെഡ് ഷീ കുഡിൻറ്റ് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഷീ സെഡ് ഷീ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. അടുത്തത് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ ജെൻഡർ. ആൻസർ ഓപ്ഷൻ സി ആണ്. ദ സ്റ്റാലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത്. സ്റ്റാലിയോൺ. മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ ജെൻഡർ. Stallion recognized for his strength. Next, select the sentence with the correct use of words. 84 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, വിച്ച് സെൻറ്റൻസ് യൂസസ് കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി? കമ്പാരിറ്റീവ് ഡിഗ്രി കറക്റ്റ്. ഷീ റൺസ് മോർ ഫാസ്റ്റർ ദാൻ ഹിം. ഷീ റൺസ് ഫാസ്റ്റ് ദാൻ ഹിം. She runs faster than him. She runs fastly than him. Answer
Option C, faster than him. What does the idiom to spill the beans means? To spill the beans means. To spill the beans means. To spill the beans എന്താണ്? To clean up a mess, to reveal a secret, to scatter seeds in a garden, to drink too much coffee. ഓപ്ഷൻ ബി ആണ് to reveal a secret. To reveal a secret. To spill the beans, to reveal a secret. To spill the beans, to reveal a secret. Next, choose the correct sentence with the proper use of the verb. Proper use of the verb. The child fallen asleep during the movie. Next, the child fell asleep during the movie. The child falling asleep during the movie. The child fall asleep during the movie. Correct proper use of the verb ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. The child fell asleep during the movie. Next, Rebecca rarely eats sweets. Answer option A ആണ് does she. Does she. What term describes the deliberate and systematic extermination of a national, political or cultural group? Deliberate and systematic extermination of a national, political or a cultural group. ഏത് ടേമാണ് പറയുക? ആൻസർ ഓപ്ഷൻ ബി ആണ് genocide. 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 Political, cultural group. Genocide. Next, choose the suitable synonym with the following options. മെട്രിക്കുലസിൻ്റെ സിനോണിം. മെട്രിക്കുലസ്. മെറ്റിക്കുലസ്. മെറ്റിക്കുലസ്. മെറ്റിക്കുലസിൻ്റെ സിനോണിം എന്താണ്? മെറ്റിക്കുലസ്, കെയർഫുൾ. സെയിം വേർഡ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി അല്ലേ. ശരിയായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻ സി. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ്? എനിക്ക് തലവേദനയുണ്ട്. ഓപ്ഷൻസിൽ ഐ ആം സഫറിങ് ഫോർ ഹെഡ് ഏക്ക്, ഐ ആം സഫറിങ് ബൈ ഹെഡ് ഏക്ക്, ഐ ആം സഫറിങ് ടു ദി ഹെഡ് ഏക്ക്, ഐ ആം സഫറിങ് ഫ്രം ഹെഡ് ഏക്ക്. ഇതിൽ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി, സഫറിങ് ഫ്രം ഹെഡ് ഏക്ക്. നെക്സ്റ്റ്, അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പദം ഏതാണ്? ജിജ്ഞാസ. പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ കണ്ടെത്തുക. പക്ഷിക്കൂട്. നീടം. ചേർത്തെഴുതുക. വാക്കധികം വാദം ഏതാണ്? വാഗ്വാദം. അമരം എന്ന പദത്തിൻ്റെ വിപരീത പദം. അമരം. വിപരീത പദം ഏതാണ്? അമരം. അണിയം. 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 അമരം. അണിയം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പഴഞ്ചൊല്ല് കണ്ടെത്തുക. പഴഞ്ചൊല്ല് കണ്ടെത്തുക. അധികമായാൽ അമൃതം വിഷം. പഴഞ്ചൊല്ല്. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. താവഴി. തായ പ്ലസ് വഴി. തായ പ്ലസ് വഴി. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. ഏകവചനം. Thank you for watching and subscribe me, Thalus PSC Tips. Okay, see you next class. Thank you.